വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം അധികൃതർ പുനഃപരിശോധന ഹർജി നൽകിയതിനെ തുടർന്ന് അബുദാബിയിൽ ഉത്തർപ്രദേശ് സ്വദേശിനി ഷഹസാദിയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു. ജോലിസ്ഥലത്ത് കുട്ടി മരിച്ച കേസിൽ അബുദാബി അൽവദ്ബയിലാണ് യുവതി കഴിയുന്നത്. തന്റെ വധശിക്ഷ 24 മണിക്കൂറിനകം നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചതായി യുവതി തന്നെ കഴിഞ്ഞ ദിവസം നാട്ടിൽ കുടുംബത്തോട് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. ഇന്ത്യൻ ദമ്പതികളുടെ കുട്ടി മരിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ നൽകിയ കേസിലാണ് വീട്ടുജോലിക്കാരിയായിരുന്ന ഷഹസാദിക്കെതിരെ അബുദാബി കോടതി വധശിക്ഷ വിധിച്ചത്. അവസാന ആഗ്രഹമെന്ന നിലയിലാണ് വീട്ടിലേക്ക് വിളിച്ച് കുടുംബത്തോട് സംസാരിക്കാൻ ജയിൽ അധികൃതർ ഷഹസാദിയെ അനുവദിച്ചത്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ഷഹസാദി ഇത് തന്റെ അവസാന ഫോൺ കോൾ ആയിരിക്കുമെന്നും പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശിലെ മദാവൂദ് ഗോയറ മുഗളായി ബാന്ത സ്വദേശിയായ യുവതി 2021 അബുദാബിയിലെത്തി. കോവിഡ്-19 കാലത്ത് റോട്ടി ബാങ്ക് ഓഫ് ബാന്തയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ആഗ്ര സ്വദേശി ഉസൈറുമായി സമൂഹമാധ്യമത്തിലൂടെ പരിചയത്തിലായ യുവതിയുടെ മുഖത്തെ പൊള്ളലേറ്റ പരിക്കുകൾ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്നും മികച്ച ഭാവി ജീവിതം സാധ്യമാക്കുമെന്നും ഉസൈർ നൽകിയ ഉറപ്പ് വിശ്വസിച്ചാണ് ഗ്രാമത്തിൽ നിന്നും അവർ ആഗ്രയിലെത്തിയത്. തുടർന്ന് 2021 നവംബറിൽ അബുദാബിയിലെത്തിച്ച ഷഹസാദിയെ ഉസൈർ തന്റെ ബന്ധുക്കളായ ഫൈസ നദിയ ദമ്പതികൾക്ക് കൈമാറി. ഇതിനിടെയാണ് ദമ്പതികളുടെ കുട്ടി മരിച്ചത്. ഇതിന് കാരണം ഷഹസാദിയാണെന്ന് ആരോപിച്ചു. എന്നാൽ ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് കുഞ്ഞു മരിച്ചതെന്ന് ഷഹസാദിയും പിതാവും വാദിച്ചു. ഇവർ മദാവൂദി പോലീസ് സ്റ്റേഷനിൽ 2024 ജൂലൈ 15 പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ബാന്ത ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉസൈറും ഇയാളുടെ അമ്മാവൻ ഫൈസ്, ഭാര്യ നസിയ, മാതാവ് അഞ്ജു, സഹാന എന്നിവർക്കെതിരെ മനുഷ്യക്കടത്ത് ആരോപിച്ച് കേസെടുത്തിട്ടുണ്ട്. ഇവർ നിലവിൽ ദുബൈയിലാണുള്ളത്. ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള മകനെ നോക്കാനായിരുന്നു ഷഹസാദി ഇവർ അബുദാബിയിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു. എന്നാൽ കുട്ടിയുടെ അപ്രതീക്ഷിത മരണത്തോടെ ഷഹസാദിയുടെ ജീവിതം പ്രതിസന്ധിയിലായി. മകന്റെ മരണത്തിന് ഉത്തരവാദി ഷഹസാദിയാണെന്ന് ആരോപിച്ച് ഫൈസും നസിയും പരാതി നൽകിയതോടെയാണിത്. പോലീസ് ഷഹസാദി അറസ്റ്റ് ചെയ്യുകയും അബുദാബി കോടതി 2023 ഷഹസാദിക്ക് വധശിക്ഷ വിധിക്കുകയുമായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.